അരമുക്കാൽ മണിക്കൂർ മുമ്പ് നന്ദു പൊതുവാള് പിന്നെ സിനിമയുടെ പ്രൊഡ്യൂസർ സുധീഷാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ നന്ദു വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ സുധീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് ആണ് കൺഫേം ചെയ്ത് പറഞ്ഞത്. അത് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനൊരു, കാരണം അവൻ ഭയങ്കര ആരോഗ്യവാനായിട്ടുള്ള ഒരു ആളാ. അത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ നമ്മൾ എന്താ ഒന്നും പറയാൻ പറ്റില്ല. ശരി, മനസ്സിലാവുന്നുണ്ട്. കാരണം അവന് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാന്ന് പറയുന്നതിന് അതിനപ്പുറത്തേക്ക് അത് അത്രയും ആരോഗ്യവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളായിരുന്നു. വേറൊന്നുമില്ല. ഓക്കെ, അത് തന്നെയാണ്. നന്ദി നാദിർ ഷാ, ഈ സമയത്തും നമ്മളോട് പ്രതികരിച്ചതിന്. കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് എല്ലാവരും അപ്രതീക്ഷിതമായി നമ്മൾ കേട്ടൊരു വാർത്ത. ഇതറിഞ്ഞ് എല്ലാവരും ഒരു സങ്കട നിമിഷത്തിൽ തന്നെയാണുള്ളത്. റിയ, ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കില്ലേ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? ബന്ധുക്കൾ ഇവിടെ എത്തിയ ശേഷം മറ്റു നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ ഒരു ധാരണയാക്കും എന്നതാണ് ഇപ്പോൾ ചോറ്റാനിക്കര CI അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അവരെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം എവിടെ വെച്ച് നടത്തണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുമെന്നതാണ് അറിയിച്ചത്. 9 മണിക്ക് തന്നെ ഈ ചോറ്റാനിക്കരയിലെ ടാറ്റ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിലെ ഡോക്ടർമാരുമായി നമ്മൾ സംസാരിച്ചു. ഇവിടെ എത്തുമ്പോൾ തന്നെ ജീവനറ്റ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഉണ്ടായിരുന്നില്ല, ഒരു സാധ്യതയുണ്ടായിരുന്നില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നമ്മളെ അറിയിച്ചത്. ഇതിൽ ബാക്കി നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കമുള്ളവർ എത്തിയ ശേഷം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു ക്രമീകരണം അതിലേർപ്പെടുത്തുമോ എന്നതൊക്കെ പിഷാരടി അടക്കമുള്ള ആളുകൾ ഈ ആശുപത്രിയിലെ ആളുകളുമായും പോലീസുമായും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വേഗത്തിലെത്തിയിരുന്നു. കലാഭവൻ പ്രസാദ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. നേരത്തെ നാദിർ ഷാ പറഞ്ഞതുപോലെ എത്രയോ നാളത്തെ ബന്ധവും സൗഹൃദവും ഒരു സിനിമയിലെയും കലാജീവിതത്തിൽ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് കലാഭവൻ പ്രസാദ്, നാദിർ ഷാ, അതോടൊപ്പം തന്നെ ഷാജോൺ, അങ്ങനെ ഇവരുമായൊക്കെ ഉള്ളത് എത്രയോ കാലത്തെ ഒരുമിച്ചുള്ളൊരു കലായാത്രയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങേയറ്റം വേദനയോടുകൂടി അവർ ഇവിടേക്ക് ഓടിയെത്തുകയും ചെയ്തത്. എന്തായാലും ബന്ധുക്കൾ എത്തിയ ശേഷം മറ്റു നടപടിക്രമങ്ങൾ എന്നതാണ് പ്രാഥമികമായി തീരുമാനിച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളത് വ്യക്തതയില്ല. എന്തായാലും പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു കലാഭവൻ നവാസ് കൊച്ചിയിലെത്തിയത്. ചോറ്റാനിക്കരയിൽ അതിൻ്റെ ചിത്രീകരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയിലാണ് അങ്ങേയറ്റം വേദനാകരമായ ഈ വാർത്ത വരുന്നത്.